ഓം ശാന്തി. 19/7/69 മുരളിയുടെ സാരം സീറോ और ഹീറോ ബനോ. സീറോയും ഹീറോയും ആവും. ആജ് കിസ് ലിയെ ബുലായാ ഹെ. ഇന്ന് എന്തിനു വേണ്ടിയാണ് വിളിച്ചത്? ബൽ ഭർനെ ലിയെ. അവിടെ ഇരുന്നവർ പറഞ്ഞു ബലം നിറയ്ക്കാൻ വേണ്ടിയാണ്, ശക്തി നിറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ബൽ ഭർനെ കെ ലിയെ ബുലായാ ഹെ तो किस बात की നിർബലത समझती हो? ബലം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് വിളിച്ചത് എങ്കിൽ ഏത് കാര്യത്തിൻ്റെ നിർബലതയാണ് മനസ്സിലാക്കുന്നത്? വിശേഷിച്ച് ഏത് കാര്യത്തിലാണ് ശക്തി നിറയ്ക്കേണ്ടത്? സർവീസ് മേ ഭി ബൽ കിസ്സേ ഭരേഗ. സേവനത്തിലും ശക്തി എങ്ങനെയാണ് നിറയുന്നത്? तो अपने में कितना बल भरा है वह देखना है. അപ്പോൾ തന്നിൽ എത്രമാത്രം ശക്തി നിറഞ്ഞിട്ടുണ്ട് എന്ന് നോക്കണം. ആപ് സഭി കാ നാം ഹി ഹെ ശിവശക്തി. നിങ്ങളുടെ എല്ലാവരുടെയും പേര് തന്നെ ശിവശക്തി എന്നാണ്. तो ശക്തിയോ മേ ശക്തി तो है ही. അപ്പോൾ ശക്തികളിൽ തീർച്ചയായിട്ടും ശക്തിയുണ്ട്. वह शक्ति स्वरूप बन रही हो. बाबा ചോദിക്കുകയാണ്, आप सभी का नाम ही है शिव शक्ति, तो शक्तियों में शक्ति तो है ही, वह शक्ति स्वरूप बन रही हो. ശക്തി സ്വരൂപമായിക്കൊണ്ടിരിക്കുകയാണോ? बापदादा तो आए ही हैं देखने की कौन सा जवर बाप दादा का सृष्टि का श्रृंगार करने लिए तैयार हुए. ബാപ് ദാദ വന്നത് ഇത് നോക്കുന്നതിന് വേണ്ടിയാണ്. ഏത് ആഭരണമാണ് ബാപ് ദാദയുടെ സൃഷ്ടിയുടെ ശൃംഗാരം ചെയ്യുന്നതിന് തയ്യാറായിട്ടുള്ളത്? ഈ ലോകത്തിൻ്റെ അലങ്കാരത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് ഏത് ആഭരണമാണെന്ന് നോക്കുന്നതിന് വേണ്ടിയാണ് ബാപ്ദാദ വന്നത്. അങ്ങനെ കുട്ടികൾ എത്രമാത്രം തയ്യാറായിട്ടുണ്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് വരുന്നതിന്, അത് ബാബ നോക്കുകയാണ്. അഭി ജബർ തോ തയ്യാർ ഹോഗെ. ഇപ്പോൾ ആഭരണം തയ്യാറായി. ലേക്കിൻ തയ്യാർ ഹോനേക്ക് ബാദ് ക്യാ ഹോത്താ ഹെ? തയ്യാറായതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? പോളിഷ്. അഭി സിർഫ് പോളിഷ് ഹോനി ഹെ. मुख्य बात जिसकी पॉलिश होनी है वह यही है, सभी को ज़्यादा से ज़्यादा अव्यक्त स्थिति में रहने का विशेष समय देना है. അപ്പോൾ മുഖ്യമായിട്ടുള്ള കാര്യം, അതായത് പോളിഷ് ആകണം അല്ലെങ്കിൽ പോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബ പറയുകയാണ്, ഏറ്റവും കൂടുതൽ അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കുന്നതിന് വിശേഷിച്ച് സമയം കൊടുക്കണം. അവ്യക്ത സ്ഥിതിക്ക് പോളിഷ് ഹി ബാക്കി രഹി. അവ്യക്ത സ്ഥിതിയുടെ പോളിഷാണ് ബാക്കി അവശേഷിക്കുന്നത്. ആപ്പസ് മേ ബാത്ചീത് കർത്തേ സമയ ആത്മരൂപമേ ദേഖോ. പരസ്പരം സംസാരിക്കുന്ന സമയത്തും ആത്മരൂപത്തിൽ നോക്കൂ. ശരീർ മേ ഹോത്തെ ഹുയേ ഭി ആത്മാ കോ ദേഖോ. ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ആത്മാവിനെ നോക്കൂ. യഹ് പഹലാ പാഠ്. ഇത് ആദ്യത്തെ പാഠമാണ്. ഇസ്കി ഹി ആവശ്യകത ഹെ. ഇതിൻ്റെ തന്നെ ആവശ്യമാണുള്ളത്. ജോ ഭി സഭി ധാരണായേ സുനി ഹെ ഉൻ സഭി കോ ജീവൻ മേ ലാനെ ലിയെ യഹി പഹലാ പാഠ് പക്കാ കർനാ പടേഗ. ഏതെല്ലാം ധാരണകളാണോ കേട്ടിട്ടുള്ളത് അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ ആദ്യത്തെ പാഠം പക്കാക്കണം. യഹ് ആത്മിക് ദൃഷ്ടി की അവസ്ഥ പ്രാക്ടിക്കൽ മേ കം രഹതി. ഈ ആത്മീയ ദൃഷ്ടിയുടെ അവസ്ഥ പ്രാക്ടിക്കൽ കുറവാണ്. അപ്പോൾ ആദ്യത്തെ പാഠം
ഏതാണോ ബാബ നമ്മളെ പഠിപ്പിച്ചത്, ആത്മാവാണെന്നുള്ള പാഠം, അത് പ്രാക്ടിക്കൽ നമ്മൾ വളരെ കുറവാണ് അഭ്യസിക്കുന്നത്. അപ്പം അതാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്ഥിതി അവ്യക്തമാകണമെങ്കിൽ പരസ്പരം സംസാരിക്കുമ്പോഴും ആത്മാവിനോട് സംസാരിക്കാൻ പഠിക്കും. നമ്മുടെ ദൃഷ്ടിയിലും വൃത്തിയിലും ആത്മാവെന്നുള്ളത് കൂടുതൽ കൂടുതൽ നിരന്തരം മനഃപൂർവ്വം നമ്മൾ അഭ്യസിച്ചാലേ നമുക്കൊരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. यह आत्मिक दृष्टि की अवस्था प्रैक्टिकल में कम रहती है. सर्विस की सफलता ज़्यादा निकले उसका भी मुख्य साधन यह है कि आत्मस्थिति में रह सर्विस करनी है. സേവനത്തിൻ്റെ വിജയത്തിനുള്ള ആധാരവും ഇതുതന്നെയാണ്. ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് സേവനം ചെയ്യണം. പഹല പാഠ് ഹി പോളിഷ്, ആദ്യത്തെ പാഠം തന്നെ പോളിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്കി ഹി ആവശ്യകത ഹൈ. കബ് നോട്ട് കിയാ ഹൈ സാരേ ദിൻ മേ യഹ് ആത്മിക് ദൃഷ്ടി സ്മൃതി കിത്തനി രേത്തി ഹൈ. എപ്പോഴെങ്കിലും ഇത് നോട്ട് ചെയ്തിട്ടുണ്ടോ? മുഴുവൻ ദിവസത്തിൽ ഈ ആത്മീയ ദൃഷ്ടിയും സ്മൃതിയും എത്ര സമയമുണ്ട്? ഇസ് സ്ഥിതി की परख अपनी सर्विस की रिजल्ट से भी देख सकते हो. ഈ സ്ഥിതിയുടെ തിരിച്ചറിവ് തൻ്റെ സേവനത്തിൻ്റെ റിസൾട്ടിലൂടെയും കാണാൻ കഴിയും. ഒരു ദിവസം എത്ര സമയമാണ് ഞാൻ ആത്മാവാണെന്നുള്ള സ്മൃതിയിൽ, ആ ദൃഷ്ടിയിൽ നമ്മളിരിക്കുന്നത്? അത് മനസ്സിലാകുന്നതിനുള്ള എളുപ്പവഴി നമ്മുടെ സേവനത്തിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. ആത്മദൃഷ്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ സേവനവും അതിനനുസരിച്ച് വളരും. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ആത്മസ്ഥിതി അഥവാ അവ്യക്ത സ്ഥിതി നമ്മൾ അഭ്യസിക്കണം. യഹ് അവസ്ഥ ക്ഷമാഹി. ഈ അവസ്ഥ എന്ന് പറയുന്നത് പ്രകാശമാണ്. क्षमा पर परवाने न चाहते हुए भी जाते हैं. പ്രകാശത്തിൻ്റെ മേൽ പ്രാണികൾ ആഗ്രഹിക്കാതെ തന്നെ പോകും. ആത്മാവെന്നുള്ള ബോധത്തിലിരിക്കുന്നു അർത്ഥം പ്രകാശത്തിൻ്റെ ഓർമ്മയിലിരിക്കുന്നു, സ്വയം പ്രകാശമായിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളൊരു പ്രകാശമായി തീരുമ്പോൾ ആ പ്രകാശത്തിലേക്ക് പ്രാണികൾ വിളിക്കാതെ തന്നെ ക്ഷണിക്കാതെ തന്നെ ഓടിയെത്തും. आप सभी टीचर तो हो ही. നിങ്ങളെല്ലാവരും ടീച്ചേഴ്സാണ്. ബാക്കി ടീച്ചർ സെ ക്യാ ബൻനെ ലിയെ ഭട്ടി മേ ആയേ ഹോ. ടീച്ചറിൽ നിന്നും ഇനി എന്താകുന്നതിന് വേണ്ടിയാണ് ഭട്ടിയിൽ വന്നത്? ആപ് ലോഗ് ബഹുത് സോച്തേ ഹോ. നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. പരന്തു ഹേ ബഹുത് സഹജ്. പക്ഷേ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അപ്പനെ സമാൻ ബനാനെ ലിയെ ബുലായ ഹെ. തനിക്ക് സമാനം ആക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചതാണ്. അപ്പനെ സമാൻ അർത്ഥാത് സീറോ ബനാനെ. തനിക്ക് സമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം സീറോ ആക്കുന്നതിന്. സീറോ മേ ബീജ് വ ബിന്ദി ബി ആ ജാത്തി ഹെ. സീറോ എന്ന് പറയുമ്പോൾ അതിൽ ബീജം അല്ലെങ്കിൽ ബിന്ദുവും വരും. അപ്പോൾ ബാബ കുട്ടികളെ വിളിപ്പിച്ചത് സീറോ ആക്കുന്നതിന് വേണ്ടിയാണ്. സീറോ എന്ന് പറയുമ്പോൾ എല്ലാം അർപ്പിച്ച ബോധം, അതുതന്നെയാണ് പ്രകാശസ്വരൂപം, അതുതന്നെയാണ് ബിന്ദി സ്വരൂപം. और फिर साथ साथ कोई ऐसा कार्य हो जाता है तो उनको भी ज़ीरो बनाना है. അതോടൊപ്പം ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ അതിലും സീറോ ആക്കണം, അതിനെയും സീറോ ആക്കണം, അതൊന്നുമല്ല എന്നുള്ള അവസ്ഥയിലേക്കാക്കിയെടുക്കണം. तो खास ज़ीरो याद करने लिए बुलाया है. അപ്പം ഇന്ന് പ്രത്യേകിച്ചും ബാബ സീറോയിനെ ഓർക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചതാണ്. അതൊന്ന് സീറോ അർത്ഥം ആത്മാവ്,
മറ്റൊന്ന് ഏതെങ്കിലും കാര്യം അങ്ങനെയുള്ള നടന്നിട്ടുണ്ട് എങ്കിൽ അത് സാരമില്ല, ഒന്നുമല്ല എന്നുള്ള അവസ്ഥയിൽ ആക്കിയെടുക്കുകയും വേണം. അപ്പം അതിനു വേണ്ടിയാണ് ബാബ ഇന്ന് കുട്ടികളെ വിളിപ്പിച്ചത്. സബീ സേ ഛോട്ടാ രൂപ് ഹേ ബാപ് കാ ഓർ ആപ് സബീ കാ ഭി. ഏറ്റവും ചെറിയ രൂപം നിങ്ങളുടെ എല്ലാവരുടെയും അതേപോലെ എൻ്റേതുമാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ചെറിയ രൂപം അതാണ് ബിന്ദു സ്വരൂപം, അതാണ് പോയിൻ്റ് എന്ന് പറയുന്നത്. ആ രൂപം തന്നെയാണ് ബാബയുടേത്. तो अब ज़ीरो को याद रखेंगे तो ഹീറോ ബനേങ്കി. അപ്പം ഇപ്പോഴ് സീറോയെ ഓർക്കുകയാണെങ്കിൽ ഹീറോ ആയിത്തീരും. ഹീറോ ആക്ടർ भी होता है और बाप दादा का प्रिय भी है. ബാബന് ഹീറോ ആക്ടറുണ്ട്, അതേപോലെ ബാപ് ദാദായ്ക്കും വളരെ പ്രിയമാണ്. रत्न को भी हीरा कहा जाता है और मुख्य एक्टर को भी हीरो कहा जाता है. ഇപ്പോൾ രത്നത്തെയും ഹീര എന്നാണ് പറയുന്നത്, മുഖ്യമായ ആക്ടറിനെയും ഹീറോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാബു പറയാണ് ഹീറോ ആക്ടറാണ്. ബാപ്ദാദായ്ക്ക് വളരെ പ്രിയമുള്ള കുട്ടികളാണ് നമ്മൾ ഓരോരുത്തരും രത്നങ്ങളാണ്, അതാണ് ഹീര എന്ന് പറയുന്നത്. പിന്നെ ബാബ സീറോ ആണ്, നമ്മളെ ബാബ ഹീറോ ആക്കുകയാണ്. ഇപ്പോൾ സീറോ ആകാതെ ഹീറോ ആകാൻ പറ്റില്ല. അപ്പം ബാബ എല്ലാം ആണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനൊന്നും ആകാൻ പറ്റില്ല. അപ്പം ഞാനൊന്നുമല്ല, ഞാനൊരു പോയിൻ്റ് ഓഫ് ലൈറ്റാണ്, ഞാനൊരു പ്രകാശമാണ് എന്നുള്ള ഓർമ്മയിലേക്ക് സീറോ ആകുമ്പോഴാണ്, വെറും പൂജ്യമായി തീരുമ്പോഴാണ് ഏറ്റവും വലിയ അഭിനയം അഭിനയിച്ച് ശ്രേഷ്ഠമാകാൻ സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത് സീറോ ആകാതെ ഒരിക്കലും ഹീറോ ആകാൻ കഴിയുകയില്ല. तो अब समझा किस लिए बुलाया है. ഇപ്പം മനസ്സിലായോ എന്തിനു വേണ്ടിയാണ് വിളിപ്പിച്ചത്? सिर्फ 2 अक्षर याद करने लिए बुलाया है, ज़ीरो और हीरो. വെറും 2 അക്ഷരം ഓർക്കുന്നതിന് വേണ്ടിയാണ് വിളിപ്പിച്ചത്. ഒന്ന് സീറോ, അടുത്തത് ഹീറോ. यह 2 बातें याद रखेंगे तो बाप के समान सर्व गुणों से संपन्न हो जाएंगी. ഈ 2 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ ബാബയ്ക്ക് സമാനം സർവ ഗുണങ്ങൾ കൊണ്ടും സമ്പന്നമാകും. വിസ്താർ കോ സമായാ ജാത്താ ഹേ ന, വിസ്താരത്തെ ഒതുക്കാറുണ്ടല്ലോ, വളരെ വിസ്താരത്തിലേക്ക് പോകുമ്പോൾ അതിനെ ചുരുക്കാറുണ്ടല്ലോ. 15 दिन इतनी स्टडी की है, बहुत കോപ്പിയാ ഭരി ഹെ. 15 ദിവസം വളരെയധികം പഠിച്ചു കഴിഞ്ഞു, വളരെയധികം കോപ്പികൾ നിറഞ്ഞിട്ടുണ്ടാവും. 15 ദിവസത്തെ ട്രെയിനിങ്. അപ്പം ബാബ പറയുകയാണ് ഇഷ്ടംപോലെ കുട്ടികൾക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ട്, വളരെയധികം ബുക്കുകൾ നിറച്ച് വെച്ചിട്ടുണ്ട്, പോയിൻറ്റ്സ് എഴുതി. അപ്പം അതാണ് വളരെയധികം വിസ്താരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ സാരരൂപത്തിലേക്ക് വരണം, അതാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ബാപ് ദാദാ ഫിർ ആപ്കെ വിസ്താർ കോ ബീജ് മേ സുനാ രഹേ. ബാപ് ദാദാ പിന്നെ നിങ്ങളുടെ വിസ്താരത്തെ ബീജത്തിലേക്ക് കേൾപ്പിക്കുകയാണ്. അവർ സഭി ഭൂൽ ബി ജായേ യഹ് തോ നഹീ ഭൂലേഗ. അവർ ബാക്കിയെല്ലാം മറന്നിരുന്നാലും ഇത് മറക്കില്ലല്ലോ. യഹ് യാദ് രഖോ, ഇത് ഓർമ്മയിൽ വയ്ക്കൂ. ഫിർ ദേഖ്ന സർവീസ് മേ കിത്തനി ജൽദി ചേഞ്ച് ആത്തി. പിന്നെ നോക്കണമെന്ന് സേവനത്തിൽ എത്ര പെട്ടെന്നാണ് ചേഞ്ച് വരുന്നത്. ബാബ പറയാൻ നമ്മൾ സ്വയം സീറോ ആകുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ട് വളരെ ശ്രേഷ്ഠമാകും, നമുക്ക് കൂടുതൽ സേവനം ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് ബാബ പറയുന്നത് പ്രകാശമായി തീരണം, ലൈറ്റായി തീരണം. आप सभी की इच्छा यही है कि हम भी बदले और समय भी बदले अपने घर चले. നിങ്ങളുടെ എല്ലാവരുടെയും ഇച്ഛ ഇത് തന്നെയാണ്, നമ്മളിലും ഒരു മാറ്റം വരണം, ഈ സമയവും മാറണം, വീട്ടിലേക്ക് തിരികെ പോകണം. जब घर चलने की इच्छा है तो फिर यह 2 बातें याद रखो, फिर कमी के बजाय कमाल कर दिखाएंगे. അപ്പോൾ വീട്ടിൽ പോകുന്നതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഓർമ്മയിൽ വയ്ക്കും.
പിന്നെ കുറവുകൾക്ക് പകരം അത്ഭുതം ചെയ്ത് കാണിക്കും. ബാബ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നത്, സീറോ അതുപോലെ ഹീറോ, ഈ രണ്ട് പോയിൻ്റ് നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ ആരുടെയും കുറവുകൾ നോക്കുകയോ അതിൻ്റെ മേൽ നമ്മുടെ ദൃഷ്ടി പോവുകയോ ചെയ്യുകയില്ല. നമ്മളെപ്പോഴും പിന്നെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. അർത്ഥം നമ്മൾ ആത്മാവിനെ മാത്രം നോക്കി, ആത്മാവിൻ്റെ ഗുണങ്ങൾ നോക്കി ആത്മീയതയിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയും. അതുകൊണ്ടാണ് ബാബ ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻ്റ് തന്നെ ഇതാണ്. ബാബ ഓർമ്മിപ്പിക്കുകയാണ്, സീറോ और हीरो. तो अब इस भट्टी से क्या बनकर जाएंगे? അപ്പോൾ കുട്ടികൾ ഈ ഭട്ടിയിലൂടെ എന്തായിട്ടാണ് തിരിച്ചു പോകുന്നത്? സീറോ പോയിൻ്റ്, സീറോ ആയിട്ടാണ് തിരിച്ചു. സീറോ में कोई बात ही नहीं होती, कोई पिछले संस्कार नहीं, यहाँ छोड़ने भी आए हो. ബാബാന് സീറോ എന്ന് പറയുമ്പോഴേ സീറോയിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, പഴയ സംസ്കാരമില്ല. ബാബൻ ഇവിടെ നിങ്ങൾ വന്നത് ഉപേക്ഷിക്കാനും കൂടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് പോകാനാണല്ലോ. തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ ഉന്നതിക്ക് വിഘ്നമായിട്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ടും കൂടിയാണല്ലോ പോകേണ്ടത്. മധുബനിൽ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കയ്യിൽ വെച്ചുകൊണ്ട് വന്നിട്ടുള്ളത്, നമ്മുടെ ഉള്ളിലുള്ള പഴയ സ്വഭാവ സംസ്കാരങ്ങൾ, അതിനെയൊക്കെ ത്യജിച്ചിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അതുകൊണ്ടാണ് ബാബ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളിവിടെ വന്നത് കുറച്ച് ത്യാഗം ചെയ്യാനും കൂടിയാണല്ലോ, ഉപേക്ഷിക്കാനും കൂടിയാണല്ലോ. तो फिर अच्छी तरह से जो कुछ छोड़ना था वह छोड़कर चले हो, वह थोड़ा साथ में भी ले जाएंगे. അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടാണോ പോകുന്നത്, അതോ കുറച്ച് നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ക്യാ ചോടാ ഹേ ഔർ കിത്തനെ തക് ചോടാ ഹേ, എന്താണ് നിങ്ങൾ ഉപേക്ഷിച്ചത്, അത് എത്ര വരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്? തോടെ സമയക്കേലിയെ ചോടാ ഹേ വ സദാക്കേലിയെ ചോടാ ഹേ, കുറച്ച് സമയത്തേക്കാണോ ഉപേക്ഷിച്ചത് അതോ സദാകാലത്തേക്ക് അത് വിട്ടിട്ട് പോവുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ബാബ നമ്മോട് ചോദിക്കുകയാണ്, അതായത് എന്താണോ നിങ്ങൾ ത്യജിക്കാൻ അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കുറച്ച് സമയത്തേക്ക് വിട്ടിട്ട് പോവുകയാണോ അതോ സദാകാലത്തേക്ക് അത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉന്നതിക്ക് ആധാരം ബാബ ഇന്ന് രണ്ട് വാക്യങ്ങളാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന് സീറോ, അടുത്തത് ഹീറോ. ഈ രണ്ട് പോയിൻറ്റും നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ചുവടിലും ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യഹ് ഭി ദേഖ്നാ ഹെ സംഘടൻ കി ശക്തി മേ ചോട് ദിയാ ഹെ വ സ്വയം കി ശക്തി സെ ചോടാ ഹെ. അപ്പോൾ നമ്മൾ എന്താണോ മധുബനിൽ ഉപേക്ഷിച്ചത് അത് സംഘടനയുടെ ബലത്തിൽ നമ്മളത് ഉപേക്ഷിക്കുകയാണോ ചെയ്തത്, അതോ സ്വയം തൻ്റെ മനഃശക്തിയിൽ, സ്വയം തൻ്റെ തന്നെ ശക്തിയിൽ ആ ദുശീലങ്ങളെ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയാണോ ചെയ്തത്? संगठन की शक्ति सहारा तो देती है, लेकिन संगठन की शक्ति के साथ स्वयं की भी शक्ति चाहिए. അപ്പോൾ സംഘടനയുടെ ശക്തി നമുക്ക് അഭയം അല്ലെങ്കിൽ ആശ്രയം തരുന്നുണ്ട്. എന്നാൽ സംഘടനയുടെ ശക്തിയോടൊപ്പം സ്വയത്തിൻ്റെയും ശക്തി വേണം. ജബ് ഭി ജോ ഛോടാ ഹെ വഹ് സദാകാൽ കേലിയേ ഹെ, എപ്പോഴെല്ലാം എന്തെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടോ അതെല്ലാം സദാകാലത്തേക്കാണ്. ഇവിടെ ബാബ നമ്മൾ ഏതൊന്ന് ഉപേക്ഷിക്കുന്നു എന്ന് ബാബയോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുരുഷാർത്ഥത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്ക് വിഘ്നമായി നിൽക്കുന്ന നമ്മുടെ തന്നെ സ്വഭാവ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദുശീലങ്ങൾ അത് നമ്മൾ ഭഗവാന്റെ അവതരണ ഭൂമിയിൽ സമർപ്പിച്ചിട്ടാണ്, ഉപേക്ഷിച്ചിട്ടാണല്ലോ പോരുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ഒന്ന്, ഇത്രയും വലിയ സംഘടനയുടെ ബലത്തിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു എനർജി, ആ എനർജിയിൽ ഇനി ഞാനിതൊരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള ഒരു സങ്കല്പം നമുക്ക് എടുക്കാൻ കഴിയും. അത് സംഘടനാ ശക്തിയിലൂടെ കിട്ടുന്ന ബലമാണ്. എന്നാൽ സ്വയം തൻ്റെ തന്നെ ഇച്ഛ, സ്വയം തൻ്റെ തന്നെ ശക്തിയിലൂടെ നമ്മളത് ത്യജിക്കുമ്പോൾ അത് സദാകാലത്തേക്കുള്ള ഒരു ത്യാഗമായി തീരും. അതുകൊണ്ട് ബാബ നമ്മളോട് പറയുന്നത് സംഘടനാശക്തി നല്ലത് തന്നെ, പക്ഷേ സ്വയം തൻ്റെ തന്നെ മനഃശക്തി വളരെ വർദ്ധിപ്പിക്കണം. ആ ശക്തിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളെ സദാകാലത്തേക്ക് നിലനിൽക്കുകയുള്ളൂ.
ബാപ്ദാദാ കോ ആപ് സഭി പ്രിയ തോ ഹോ ഹി. ബാപ്ദാദയ്ക്ക് നിങ്ങളെല്ലാവരെയും വളരെ പ്രിയമാണ്. ക്യോങ്കി ബാപ്പു ഭി തും ബച്ചോं की मदद से कार्य करा रहे. കാരണം ബാബയും കുട്ടികളുടെ സഹായത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഥവാ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. तो कार्य में मददगार होने वाले प्रिय तो रहते ही हैं. കാര്യങ്ങളിൽ സഹായിക്കുന്നവർ തീർച്ചയായിട്ടും പ്രിയമുള്ളവരായിരിക്കും. लेकिन मददगार के साथ हिम्मतवान कहाँ कहाँ कम बनते. എന്നാൽ സഹയോഗിയോടൊപ്പം ധൈര്യവാൻ ചില ഭാഗത്ത് ധൈര്യം കുറച്ചേ കാണിക്കുന്നുള്ളൂ, ധൈര്യവാനാകുന്നില്ല. കഹാം കഹാം ഹിമ്മത്ത് ചോട് ദേത്തെ. ചില ഭാഗത്തൊക്കെ ധൈര്യം വിട്ടുപോകുന്നുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. അഗർ ഹിമ്മത്ത് ഹോ തോ മദദ് ജരൂർ മിലേങ്കി. ധൈര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സഹായം കിട്ടും. तो इसलिए मददगार के साथ कुछ हिम्मतवान भी बनो. അതുകൊണ്ട് സഹായിയോടൊപ്പം സഹയോഗം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കുറച്ച് ധൈര്യവാനും കൂടിയാകും. छोटी छोटी बातों में हिम्मत ही नहीं बनना. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ധൈര്യഹീനരാകരുത്. हिम्मतवान बनने से फिर आप सभी की जो इच्छा है वह पूर्ण होंगी. ധൈര്യവാനാകുന്നതിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ഏതാണോ ഇച്ഛയുള്ളത് അത് പൂർത്തിയാകും. അബി ഹിമ്മത്ത് ആവശ്യകത. ഇപ്പോൾ ധൈര്യത്തിൻ്റെ ആവശ്യമാണുള്ളത്. ഹിമ്മത്ത് കൈസെ ആയെങ്കി. ധൈര്യം എങ്ങനെ വരും? ഹർ സമയ ഹർ കദം പർ ഹർ സങ്കല്പമേ ബലിഹാർ ഹോനേസെ. ഓരോ സമയത്തും ഓരോ ചുവടിലും ഓരോ സങ്കല്പത്തിലും ബലിയർപ്പണം ചെയ്യുന്നതിലൂടെ ധൈര്യം വരും. जो ബലിഹാർ होता है उसमें हिम्मत ज़्यादा होती है. ആരാണോ ബലിയർപ്പണം ചെയ്യുന്നത് അവരിൽ ധൈര്യം കൂടുതലുണ്ടാവും. जो जितना जितना अपने को बलिहार बनाएंगे उतना ही गले के हार में नज़दीक आएंगे. എത്രമാത്രം സ്വയം തന്നെ ബലി അർപ്പിക്കപ്പെടുന്നു അത്രയും കഴുത്തിലെ മാലയിലും സമീപം വരും. അവി ബലിഹാർ ഹോങ്കി. ഭവന ഇപ്പോൾ ബലി അർപ്പണമാണ്. ഫിർ ബനേങ്കെ പ്രഭു കെ ഗലേ കെ ഹാർ. പിന്നെ അവർ ഈശ്വരൻ്റെ കഴുത്തിലെ മാലയായിത്തീരും. അപ്പോൾ ഇവിടെ ബാബ കുട്ടികളുടെ ധൈര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് സഹയോഗിയാകുന്നുണ്ട് ബാബയുടെ കാര്യത്തിൽ. ഇത്രയും വലിയ കാര്യത്തിൽ ബാബയുടെ കുട്ടികൾ നല്ല സഹയോഗികളാണ്. എന്നാൽ ആ സഹയോഗത്തിനോടൊപ്പം തന്നെ പലപ്പോഴും ധൈര്യം കുറഞ്ഞു പോകുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ധൈര്യം കുറയുന്നത് കൊണ്ട് ബാബ പറയുകയാണ് അത് വളരെ വിഷമമുള്ളതായി തീരുകയാണ്. അപ്പോൾ കുട്ടികൾ എത്രമാത്രം ധൈര്യവാനാകുന്നുണ്ടോ അത്രയും ബാബയുടെ കാര്യത്തിന് സഹയോഗിയാകാനും സാധിക്കും, ബാബയുടെ സഹായവും കിട്ടും. അപ്പോൾ എപ്പോഴും ബലിയർപ്പണമാണ് ചെയ്യേണ്ടത്. ഈ സമയത്ത് ബലി എത്രമാത്രം അർപ്പിക്കുന്നുണ്ടോ, അർത്ഥം തൻ്റെ തന്നെ ജീവിതം സ്വയം ഭഗവാനിൽ സമർപ്പിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് പിന്നെ നമ്മൾ ഈശ്വരൻ്റെ അതായത് ബാബയുടെ കഴുത്തിലെ മാലയായിത്തീരും. अगर बलिहार बनकर के ही कर्म करेंगे तो दूसरों को भी बलिहार बनाएंगे. അപ്പം ബാബൻ സ്വയം ബലിഹാറായിട്ട് കർമ്മം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവരെയും നമുക്ക് ബാബയിൽ ബലി അർപ്പിക്കാൻ സാധിക്കും. ജിസ്കോ വാരിസ് കഹാ ജാത്താ ഹൈ. അതിനെയാണ് വാരിസ് അഥവാ അവകാശികളെന്ന് പറയുന്നത്. അതായത് ബാബയ്ക്ക് കുട്ടികൾ വളരെയധികമുണ്ട്, പക്ഷേ അവകാശി കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതായത് ബാബ എൻ്റേതാണ്, ഇതെൻ്റെ കുടുംബമാണ് എന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. അതായത് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ആര് കുട്ടികൾ ബലിയർപ്പണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അവർക്ക് മറ്റുള്ളവരെ കൊണ്ടും ബലിയർപ്പണം ചെയ്യിക്കാൻ കഴിയും. അങ്ങനെയുള്ള ക്വാളിറ്റിയാണ് ഇവിടെ ബാബ അവകാശികൾ എന്നുദ്ദേശിക്കുന്നത്. അഭി പ്രജ ബഹുത്ത് ബൻത്തി ഹെ വാരിസ് കം ബൻത്തെ ഹെ. ഇപ്പോൾ പ്രജകൾ ഒരുപാട് തയ്യാറാകുന്നുണ്ട്, അവകാശികൾ വളരെ കുറവാണ്. ജിത്തന ബഹുത്ത് ബനായെങ്കിൽ ഉത്തനാഹി നസ്തീക്കായെങ്കിൽ. എത്ര വളരെയധികം പേരെ അവകാശി ക്വാളിറ്റി ഉള്ളത് ഉണ്ടാക്കുന്നുണ്ടോ അത്രയും സമീപം വരും. തോ അബ് വാരിസ് ബനാനേക്കാ പ്ലാൻ സോച്ചു. ഇപ്പോൾ അവകാശികളെ ഉണ്ടാക്കുന്നതിനുള്ള പ്ലാൻ ചിന്തിക്കും.
അവകാശി കുട്ടികളെയാണ് ബാബയ്ക്ക് ഇനി ആവശ്യം. പ്രജകൾ വളരെയധികം തയ്യാറായി കഴിഞ്ഞു. ബാബ എന്നുള്ള ആ സ്നേഹത്തോടെ എൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ കുടുംബമാണ്, എൻ്റെ കാര്യമാണ്, ആ വിശാല മനസ്സോടെ ആ ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികളെ തിരഞ്ഞു പിടിക്കാനുള്ള സേവനമാണ് ഇനി കുട്ടികൾ ചെയ്യേണ്ടത്. അതാണ് ബാബു പറയുന്നത്, വാരിസ് ക്വാളിറ്റി. ഓം ശാന്തി.